ബ്രഹ്മചര്യം ച സന്യാസഃ ശ്രദ്ധാവത് പര്യവേഷണേ ഗൃഹസ്ഥസ്യാവതിഷ്ഠേതേ ഭൂയ ശ്രേയസ്കരാവുഭൗ. ഗൃഹസ്ഥാശ്രമിക്ക് ശ്രദ്ധാവത് പരിവേഷണേ വിശ്വാസത്തോടുകൂടിയ പരിവേഷണത്തില് പരിപാലനത്തില് ബ്രഹ്മചര്യം സന്യാസം ബ്രഹ്മചര്യവും സന്യാസവും ച ഉഭൗ രണ്ടും ഭൂയഃ വീണ്ടും ശ്രേയസ്കരങ്ങളായി അവതിഷ്ഠേതേ നിലകൊള്ളുന്നു. അതായത് ഒരു ഗൃഹസ്ഥാശ്രമി ഭക്തിപൂർവം വിശ്വാസപൂർവം പരിപാലിക്കപ്പെടേണ്ട രണ്ട് ആശ്രമങ്ങളാണ് ബ്രഹ്മചര്യവും സന്യാസവും. കാരണം ബ്രഹ്മചാരിക്ക് സന്യാസിക്കും അർത്ഥം ആർജിക്കുന്നതിനായിട്ടുള്ള ഒരു തരത്തിലുമുള്ള ഒരു ഉപായം ഭാരതീയ ശാസ്ത്രങ്ങളിൽ വിധിച്ചിട്ടില്ല. സന്യാസി സമ്പത്ത് ആർജിക്കണമെന്നും ബ്രഹ്മചാരി സമ്പത്ത് ആർജിക്കണമെന്നും പറയാതിരിക്കാൻ കാരണം ഒരു സന്യാസിയോ അല്ലെങ്കിൽ ബ്രഹ്മചാരിയോ സമ്പത്ത് ആർജിക്കാൻ ശ്രമിക്കുമ്പോൾ അതിൽ ധർമ്മ ലോപം ഉണ്ടാകും. മാത്രമല്ല ഗൃഹസ്ഥന്റെ ധർമ്മം നിർവഹിക്കാൻ ഗൃഹസ്ഥന് കഴിയാതെ പോവുകയും ചെയ്യും. ഒരാൾ ഗൃഹസ്ഥനായിട്ട് തീരുന്നത് അയാളിൽ കാമം ഇരിക്കുന്നത് കൊണ്ടാണ്, പുത്രകാമം ഇരിക്കുന്നത് കൊണ്ടാണ്. അങ്ങനെ ലോകേഷണയും പുത്രേഷണയും ദാരേഷണയും ഇരിക്കുന്ന ഒരു ഗൃഹസ്ഥാശ്രമി തൻ്റെ ആന്തരികതയെ ശുദ്ധീകരിക്കാനായിട്ട് ഗാർഹസ്ഥ്യധർമ്മം സ്വീകരിക്കുമ്പോൾ അവരുടെ ആന്തരികതയിൽ കെട്ടിക്കിടക്കുന്ന ഈ വാസനയെ ലഘൂകരിക്കുവാനും വിമലീകരിക്കുവാനും കർമ്മങ്ങളെ നിഷ്കാമമായി ചെയ്യുന്നതിലൂടെ മാത്രമേ കഴിയുകയുള്ളൂ. അപ്പോൾ സന്യാസാശ്രമത്തിനും ബ്രഹ്മചര്യാശ്രമത്തിനും സേവനം ചെയ്യുന്നതിലൂടെ ഗൃഹസ്ഥാശ്രമികളുടെ ഗാർഹസ്ഥ്യ മേഖലയിൽ കെട്ടിക്കിടക്കുന്ന പൂർവകർമ്മവാസനകൾ പ്രാരബ്ധകർമ്മവാസനകളെ ലഘൂകരിക്കാൻ അവർക്ക് കഴിയും. അവരുടെ പാപസംസ്കാരങ്ങളെ ലഘൂകരിക്കാൻ കഴിയും. അതുകൊണ്ടാണ് ബ്രഹ്മചര്യ ആശ്രമത്തിന് വേണ്ടുന്ന അർത്ഥവും സമ്പത്തുമെല്ലാം ഈ ഗൃഹസ്ഥാശ്രമി ത്യാഗരൂപത്തിൽ അവർക്ക് കൊടുക്കണം. ത്യാഗം എന്ന് പറഞ്ഞാൽ എന്താ? അവർ ആർജിച്ചത് അവർക്ക് മാത്രം അനുഭവിക്കാനുള്ളതല്ല എന്ന് തിരിച്ചറിഞ്ഞിട്ട് അത് തൻ്റേതെന്ന ഭാവം വിട്ടിട്ട് അതെല്ലാവരുടേതെന്ന ഭാവത്തിൽ അറിഞ്ഞിട്ട് അവർക്ക് കൊടുക്കണം. അങ്ങനെ കൊടുക്കുമ്പോൾ രണ്ട് ആശ്രമങ്ങൾ ധർമ്മത്തിൻ്റെ രണ്ട് തലക്കൽ നിന്ന് ഗൃഹസ്ഥ ആശ്രമിക്ക് അവരുടെ പാപസംസ്കാരത്തെ പുറന്തള്ളാനുള്ള ഉപായങ്ങളായിട്ട് സഹായിക്കും. അങ്ങനെയാണ് ഗൃഹസ്ഥാശ്രമി കർമ്മനിരതരായിരിക്കുകയും എന്ന ബ്രഹ്മചാരി ധ്യാനനിരതമായിരിക്കുകയും പഠനത്തിലും സ്വാധ്യായത്തിലും മുഴുകിയിരിക്കുകയും സന്യാസി മോക്ഷത്തിൽ സ്വാധ്യായത്തിലൂടെ മോക്ഷത്തിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു ശ്രമത്തിൽ വ്യാപൃതമായിരിക്കുകയും ചെയ്യുമ്പോൾ ഗൃഹസ്ഥാശ്രമി ലക്ഷ്യബോധമുള്ള ഒരാളായി സന്യാസത്തിലേക്ക് പ്രവേശിക്കാൻ തയ്യാറാകും. അതിലൂടെ ഈ സമൂഹത്തിന് നല്ല ഒരു ഘടന ഉണ്ടായി വരികയും ഗാർഹസ്ഥ്യധർമ്മം ചാകുന്നത് വരെ ചെയ്യാനുള്ളതല്ല എന്നും ചാകുന്നത് വരെ വെട്ടിപ്പിടിക്കാനുള്ളതല്ല എന്നും ഒക്കെ ഗൃഹസ്ഥാശ്രമിക്ക് അറിയാൻ കഴിയണം. അതിന് ധർമ്മബോധം ഉണ്ടാകണം. ആ ധർമ്മബോധമാണ് ശ്രീനാരായണ ധർമ്മത്തിലൂടെ ഗുരു പകർന്നു നൽകുന്നത്. മനുഷ്യന് ധർമ്മബോധം ഉണ്ടാകണം. ബ്രഹ്മചര്യം ച സന്യാസ ശ്രദ്ധാവത് പര്യവേഷണേ ഗൃഹസ്ഥസ്യാവതിഷ്ഠേതേ ഭൂയ ശ്രേയസ്കരാവുഭൗ.